നമസ്കാരം. പൊതുജനാരോഗ്യ രംഗത്ത് സർക്കാർ സംവിധാനത്തിലുള്ള വിശ്വാസവും സുരക്ഷയും പാടെ നശിച്ചു. മികച്ച ചികിത്സയ്ക്ക് കീശ നിറയെ കാശില്ലാത്തതുകൊണ്ടാണ് പാവങ്ങൾ സർക്കാർ ആശുപത്രികളെ അഭയം പ്രാപിക്കുന്നത്. ആരോഗ്യമേഖല കെടുകാര്യസ്ഥതയുടെ പര്യായമായി മാറി. സാധാരണക്കാരന് മരുന്ന് നൽകാൻ പോലും ഇല്ലാത്ത ആശുപത്രികൾ എങ്ങനെ കേരളത്തിൽ ഉണ്ടായി എന്നതിന് ഉത്തരം ഭരണപരാജയങ്ങളെ ധൂർത്തിൽ മുക്കി വെളുപ്പിക്കാം എന്ന് കരുതുന്ന പിണറായി വിജയനും ആരോഗ്യമന്ത്രിയും മറുപടി പറയണം. കടത്തിൽ മുങ്ങി നിൽക്കുന്ന കേരളത്തിൽ സർക്കാരിന്റെ 4ാം വാർഷികത്തിന് വേണ്ടി അനുവദിച്ച കോടികൾ സർക്കാർ ആശുപത്രികളിൽ അവശ്യ മരുന്നുകൾ വാങ്ങാൻ ഉപയോഗിക്കുമെന്ന് ഈ നാട് ഒന്നാകെ വിളിച്ചു പറയുന്നുണ്ട് മുഖ്യമന്ത്രി നിങ്ങളോട്. ഈ ആർഭാടം കൊണ്ടൊന്നും ഭരണപരാജയത്തിന്റെയും അഴിമതിയുടെയും ദുർഗന്ധം നിങ്ങൾക്ക് മൂടാനാവില്ല എന്നത് നിങ്ങൾ തിരിച്ചറിയുകയും വേണം. പിണറായി സർക്കാരിന് കീഴിൽ ആരോഗ്യവകുപ്പ് ആടിയുലയുകയാണ്. പൊതുജനാരോഗ്യ സുരക്ഷാ മേഖലയിൽ സാധാരണക്കാർക്ക് ഏറെ കൈത്താങ്ങായി നിലനിന്നിരുന്ന കാരുണ്യ പദ്ധതി ഇന്ന് കനത്ത പ്രതിസന്ധി നേരിടുകയാണ്. സംസ്ഥാനത്തെ സാധാരണക്കാരായ 42 ലക്ഷം ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനുള്ള UDF സർക്കാർ കൊണ്ടുവന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇടത് സർക്കാർ പൂർണ്ണമായും അട്ടിമറിച്ചു. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികൾക്കും സ്വകാര്യ ആശുപത്രികൾക്കുമായി 1128 കോടി രൂപയുടെ കുടിശ്ശികയുണ്ട്. സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രികൾക്കും മാത്രം 350 കോടിയാണ് കുടിശ്ശിക. സർക്കാർ ആശുപത്രികൾക്ക് 1200 കോടി രൂപ നൽകാനുമുണ്ട്. കാസ്പ് കാർഡ് ഒരാശുപത്രിയും സ്വീകരിക്കാത്ത അവസ്ഥയിലുമാണ്. വൻ കുടിശ്ശിക വരുത്തിവെച്ചതിനാൽ ആശുപത്രികളും ഇത് നിർത്തലാക്കിയിരിക്കുകയാണ്. ആരോഗ്യ വകുപ്പിന്റെ പദ്ധതികൾ 300 കോടി രൂപയുടെ പദ്ധതികളാണ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് ഈ വർഷം വെട്ടിക്കുറച്ചത്. ആരോഗ്യ വകുപ്പ് കൊടുത്തിരുന്ന പ്ലാനിലുണ്ടായിരുന്ന പ്രോജക്റ്റുകളുടെ 300 കോടി രൂപ നിങ്ങളുടെ പ്രയോറിറ്റി ഇതാണോ? നിങ്ങൾ വെട്ടിക്കുറച്ചു. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട മേഖലയിലെ ആരോഗ്യവും വിദ്യാഭ്യാസവും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അവിടെയും വലിയ തോതിൽ പ്ലാൻ ഫണ്ട് നിങ്ങൾ വെട്ടിക്കുറച്ചു. ഇവിടെ മെഡിക്കൽ കോളേജുകളിലെ കാര്യങ്ങൾ പറഞ്ഞു. തിരുവനന്തപുരത്തെ, കോഴിക്കോട്, ആലപ്പുഴയിലെ, പാലക്കാട്, പരിയാരം, കാസർഗോഡ്, ഇടുക്കി, പരിതാപകരമായ മഞ്ചേരി, പരിതാപകരമായ അവസ്ഥയാണ് പല മെഡിക്കൽ കോളേജുകളിലും. തിരുവനന്തപുരത്തും കോട്ടയത്തും ആലപ്പുഴയിലും കോഴിക്കോടും വളരെ വർഷങ്ങളായി നിൽക്കുന്ന മെഡിക്കൽ കോളേജുകളാണ്, റഫറൽ ആശുപത്രികളാണ്. ആളുകൾ ആശ്രയിക്കും. UDF സർക്കാരിന്റെ കാലത്ത് എല്ലാ ജില്ലയിലും ഓരോ മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ തീരുമാനിക്കുകയും നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ LDF സർക്കാർ ഇത് പൂർണ്ണമായും അട്ടിമറിച്ചു. സർക്കാർ ആശുപത്രികളിൽ മരുന്നു പോലും കിട്ടാക്കനിയാണ്. എന്നാൽ നൽകുന്ന മരുന്നുകളുടെ ഗുണനിലവാരം സംബന്ധിച്ച CAG റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണുള്ളത്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ പിഴവുകൾ മൂലം 26 സർക്കാർ ആശുപത്രികളിലെ രോഗികൾക്ക് കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകിയിട്ടുണ്ടെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ കണ്ടെത്തൽ ഉള്ളതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കാലാവധി കഴിഞ്ഞ മരുന്നുകളിൽ രാസസംയുക്തങ്ങൾക്ക് മാറ്റം സംഭവിക്കുമെന്നതിനാൽ രോഗികളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്നതാണ് KMCLന്റെ ഈ ഗുരുതര പിഴവെന്നും CAG റിപ്പോർട്ടിൽ വിമർശിക്കുന്നു. പാവങ്ങളും കുഞ്ഞുങ്ങളും പോകുന്ന 26 സർക്കാർ ആശുപത്രികളിലാണ് കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം ചെയ്തത്. രാസമാറ്റം സംഭവിച്ച് ജീവഹാനി വരെ ഉണ്ടാക്കുന്ന മരുന്നുകളാണ് ഇത്തരത്തിൽ വിതരണം ചെയ്തത്. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ 20% വിലയ്ക്ക് വാങ്ങി 80% കമ്മീഷനായി കൈപ്പറ്റുന്നത്. 14 കമ്പനികളുടെ ഒറ്റ മരുന്ന് പോലും പരിശോധിച്ചിട്ടില്ല. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലെ ആളുകളും കമ്പനികളും തമ്മിൽ ധാരണയാണ്. പരിശോധന നടത്തിയില്ലെങ്കിൽ ചാത്തൻ മരുന്നുകൾ വരും. നമ്മുടെ കുഞ്ഞുങ്ങളും കുടുംബക്കാരുമൊക്കെയല്ലേ ഈ മരുന്ന് സർക്കാർ ആശുപത്രികളിൽ നിന്നും വാങ്ങിക്കഴിക്കുന്നത്. പൊതുജനാരോഗ്യ കാര്യത്തിൽ മുന്നിലാണെന്ന് നാം അഭിമാനിക്കുമ്പോഴാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികളുള്ള സംസ്ഥാനമായി കേരളം മാറുന്നത്. പകർച്ചവ്യാധികൾ തടയുന്നതിൽ ഗൗരവതരമായ പരാജയമാണുണ്ടായത്. കേരളം നിർമ്മാർജ്ജനം ചെയ്തു എന്ന് കൊണ്ടാടിയ രോഗങ്ങൾ 10 മടങ്ങ് ശക്തിയോടെ തിരിച്ചു വരികയാണ്. ലോകത്തെവിടെയും പുതിയ രോഗങ്ങൾ വന്നാൽ അത് പടരുന്ന നാടായി, സ്വയം മാറുന്ന നാടായി നമ്മുടെ നാട് മാറുകയും ചെയ്യുന്നു.
സ്വാതന്ത്ര്യത്തിന് മുൻപേ പുകൾപെറ്റ കേരളത്തിന്റെ ആരോഗ്യ മാതൃക കേരള മോഡലിന് എന്തു പറ്റിയെന്ന് കേരളം ഒന്നടങ്കം ചോദിക്കുന്നു. സാർ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി സാർ, അതുമായി ബന്ധപ്പെട്ട് നിലവിൽ 1550 കോടി രൂപയാണ് ആശുപത്രികൾക്ക്, സ്വകാര്യ ആശുപത്രികൾക്ക് കുടിശ്ശികയായി. പിന്നെ മൊത്തത്തിൽ കുടിശ്ശിക 1550. അതിൽ സ്വകാര്യ ആശുപത്രികൾക്ക് 350 കോടി, സർക്കാർ ആശുപത്രികൾക്ക് 1200 കോടി. ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു അതിലൊരു പ്രശ്നമില്ലെന്നാണ്. സാർ, ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ 1550 കോടി രൂപ കുടിശ്ശികയായത് കാരണം സ്വകാര്യ ആശുപത്രികൾ ആ രോഗികളെ അതിൽ ഉൾക്കൊള്ളുന്നില്ല. സർക്കാർ ആശുപത്രികൾ ഇത് പ്രതിസന്ധിയിലാവുകയും ചെയ്തു. സാർ, മരുന്ന് സംഭരണം ബഹുമാനപ്പെട്ട PK ബഷീർ MLAക്ക് നിയമസഭയിൽ നൽകിയ മറുപടിയിൽ തന്നെ 700 കോടി രൂപ മരുന്ന് സംഭരണവുമായി ബന്ധപ്പെട്ട് കുടിശ്ശികയുണ്ടെന്ന് സർക്കാർ തന്നെ പറഞ്ഞിരിക്കുകയാണ്. സാർ, 2024 284 കോടി രൂപ, 25 383 കോടി രൂപ, മുൻപുള്ള വർഷങ്ങളൂടെ കൂട്ടി ഏതാണ്ട് 700 കോടി രൂപ മരുന്ന് സംഭരണവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ കുടിശ്ശികയാണ്. സാർ, അത് കാരണം പ്രധാനപ്പെട്ട കമ്പനികൾ ടെൻഡറിൽ പങ്കെടുക്കാൻ വരുന്നില്ല. ആശുപത്രികളിൽ മരുന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നില്ലാത്തതിന് പേരിൽ അവിടുത്തെ MPയും ഡോക്ടർ MK മുനീറും ജനപ്രതിനിധികളും കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുമ്പിൽ നിരാഹാര സമരം നടത്തിയില്ലേ സാർ? കേരള മോഡൽ എന്നത് 1980കളിലാണ് ചർച്ചയായത്. 1947 മുതൽ 1980 വരെ LDF സർക്കാർ എത്ര വർഷം അധികാരത്തിലിരുന്നിട്ടുണ്ട്? ആ കാലയളവിൽ ആകെ 6 വർഷമാണ് LDF സർക്കാരുകൾ ഭരിച്ചത്. കേരള മോഡൽ പടുത്തുയർത്തിയതും പ്രാഥമിക ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തിയതും മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ചതും അതിനെല്ലാം നേതൃത്വം നൽകിയതും ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജുകൾ ഉണ്ടായതും UDFന്റെ കാലത്താണ് എന്നത് ആരും മറക്കേണ്ട. ഇപ്പോൾ ആശുപത്രിയിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തുടങ്ങിയെന്നും ഇന്ത്യയിൽ എവിടെയെങ്കിലും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ടോ എന്നുമാണ് ആരോഗ്യമന്ത്രി ചോദിച്ചത്. കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ ഈ പറയുന്ന സാംക്രമിക രോഗങ്ങൾ, പകർച്ചവ്യാധികൾ കേരളത്തിൽ വർദ്ധിക്കുകയാണ്. വലിയ തോതിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ ഡിസംബർ 31 വരെയുള്ള കണക്ക് ഏറ്റവും കൂടുതലാണ്. ജലജന്യ ഭക്ഷ്യജന്യ രോഗങ്ങൾ അതിഭയങ്കരമായി വർദ്ധിച്ചു കഴിഞ്ഞ വർഷം. മനസ്സിലായിക്കൊള്ളാം. 28,000 കേസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഹെപ്പറ്റൈറ്റിസ് A ആണ് കേസെല്ലാം. അപകടകരമായ റിപ്പോർട്ട് ചെയ്തതിൻ്റെ 10 ഇരട്ടി ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ആൾ, റിപ്പോർട്ട് ചെയ്തത് മാത്രം ഏറ്റവും കൂടുതലാണ്. കഴിഞ്ഞ 2 ദശകങ്ങളിൽ ഏറ്റവും കൂടുതലാണ് രോഗം. എലിപ്പനി 400ഓളം പേരാണ് കഴിഞ്ഞ വർഷം മരിച്ചത്. 6000-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തു. സാർ, അതിൻ്റെ കാര്യത്തിൽ ഇന്റർവെൻഷനിൽ വലിയ വീഴ്ച സാർ നമ്മൾ വരുത്തി. സാർ, ചെള്ളുപനി ആയിരക്കണക്കിന് കേസാണ് ചെള്ളുപനിയുടെ പുതിയ കേസ് വരുന്നത്. മുണ്ടിനീര് 74,000 പേർ ഇവിടെ പറഞ്ഞു. അപൂർവ രോഗ ഇനങ്ങളുടെ തലസ്ഥാനമായി കേരളം ഇന്ന് മാറിക്കഴിഞ്ഞു. നിർമ്മാർജ്ജനം ചെയ്തു എന്ന് അഭിമാനിച്ച പകർച്ചവ്യാധികൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരികയുമാണ്. പിടിച്ചുകെട്ടി ആട്ടിപ്പായിച്ചു എന്ന് നാം പറഞ്ഞ നിപ 2018 മുതൽ 2024 വരെ 5 തവണ വന്നപ്പോൾ 21 പേരാണ് മരിച്ചത്. എലിപ്പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 400 കടന്നു. ഇത്രമാത്രം സാക്ഷരതയ്ക്ക് കേൾവികെട്ട പൊതുജനാരോഗ്യ സംവിധാനമുള്ള നമ്മുടെ സംസ്ഥാനത്ത് തുടക്കത്തിൽ തന്നെ രോഗനിർണയം ചെയ്താൽ എളുപ്പത്തിൽ ചികിത്സിച്ചു മാറ്റാവുന്ന രോഗങ്ങൾ പോലും ഇത്രമാത്രം അപകടകാരിയാകുന്നു എന്നത് അമ്പരപ്പിക്കുന്നതാണ്. രോഗനിർണയത്തിലും യഥാർത്ഥ സമയം നൽകുന്ന ചികിത്സയിലും നാം അടിമുടി പരാജയമാണ് എന്നതിന്റെ സംസാരിക്കുന്ന തെളിവുകളാണ് ഇതെല്ലാം. ഒരു നാടിൻ്റെ മെച്ചപ്പെട്ട ആരോഗ്യത്തിൻ്റെ ഒരു തെളിവാണ് കൂടുതൽ വർഷം ജീവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മാതൃമരണ നിരക്ക്, ശിശുമരണ നിരക്ക് ഇതൊക്കെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു മെച്ചപ്പെട്ട സംസ്ഥാനം ആരോഗ്യരംഗത്ത്. പക്ഷേ ഇത് എപ്പോഴും തർക്കമായി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ നമ്പർ ഉണ്ടായി, ഞങ്ങൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് സാധിച്ചാണ്, ഞങ്ങളുടെ മന്ത്രിസഭ സാധിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ക്ലെയിംസ് വരുമ്പോഴാണ് ഈ അനാവശ്യമായ തർക്കങ്ങളിലേക്ക് ഇത് കൊണ്ടുപോകുന്നത്. ചരിത്രപരമായ കാരണങ്ങളുണ്ട്. നമുക്ക് വിദ്യാഭ്യാസം കിട്ടിയതിൻ്റെ, പിന്നെ ഭരിച്ചിരുന്നവർ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് മുമ്പും ഒക്കെ ഉണ്ടായിരുന്ന ഭരണകൂടങ്ങളൊക്കെ പൊതുജനാരോഗ്യ രംഗത്ത് ശ്രദ്ധിച്ചിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. പിന്നെ ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം കുറേ ഘടകങ്ങളുണ്ട്. പിന്നെ വനിതകൾക്ക് കിട്ടിയ വിദ്യാഭ്യാസം, സ്ത്രീകൾ 100%
സാക്ഷരതയുള്ള സ്ത്രീകൾ. അപ്പോൾ അതെല്ലാം വൃത്തിയിൽ പ്രതിഫലിക്കും, ശുചിത്വത്തിൽ പ്രതിഫലിക്കും. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് മെച്ചപ്പെട്ട. കഴിഞ്ഞ വർഷം ഡിസംബർ 31 വരെയുള്ള കണക്ക് നോക്കിയാൽ സാംക്രമിക രോഗങ്ങൾ വലിയ തോതിൽ വർദ്ധിക്കുകയാണെന്ന് കാണാം. 28,000 ഹെപ്പറ്റൈറ്റിസ് എ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. റിപ്പോർട്ട് ചെയ്യാത്ത കേസുകൾ ഇതിന്റെ 10 ഇരട്ടിയുണ്ടാകും. ആയിരക്കണക്കിന് പേർക്കാണ് ചെള്ളുപനി ബാധിച്ചത്. 74,000 പേർക്കാണ് മുണ്ടിനീര് ബാധിച്ചത്. എല്ലാ പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട്. വിവിധ സർക്കാർ ആശുപത്രികളിലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി നൽകിയ ഉത്തരവുകൾ ചേർത്തുവെച്ചാൽ 2 വോള്യം പുസ്തകമിറക്കാം. അത്രമാത്രം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് വിവിധ സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ളത്, നടന്നുകൊണ്ടിരിക്കുന്നത്. ആര് ഭരിച്ചാലും ഏത് ഗവൺമെൻറ് ഭരിച്ചാലും പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രിമാരൊക്കെ വേറെ മേഖലയിൽ നിന്ന് വരുന്നവരാണ്. ഞങ്ങൾ MBBS പഠിക്കുന്ന തന്നെ, മെഡിക്കൽ സയൻസ് പഠിക്കുന്നതിന് 5.5 വർഷമാണ് MBBS. എന്നിട്ട് തന്നെ ഒരു MBBS അടുത്ത് നാട്ടുകാർ പോകും. പിന്നെ എന്തെല്ലാം സ്പെഷ്യലൈസേഷൻ, പൊതുജനാരോഗ്യം. ഞാനൊക്കെ അതിനുശേഷം എന്തെല്ലാം PhD വരെ ചെയ്തിട്ടാണ് പൊതുജനാരോഗ്യ സ്പെഷ്യലിസ്റ്റ് ആകുന്നത്. അപ്പോൾ അതൊന്നും ഒരു ആരോഗ്യമന്ത്രിക്ക് അങ്ങനെ ആൾക്ക് ചെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ആരോഗ്യരംഗത്തിൻ്റെ കോംപ്ലക്സിറ്റീസ്, അതിനകത്തുള്ള നൂലാമാലകൾ, ഇതെല്ലാം മനസ്സിലായി വരണമെങ്കിൽ തന്നെ ഒരുപാട് സമയമെടുക്കും. നമുക്കിവിടെ പറ്റിപ്പോണെന്ന് പറഞ്ഞ ഒരാൾ ആരോഗ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഇനി ആരോഗ്യ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എനിക്കെല്ലാം അറിയാം. ഈ ആറ്റിറ്റ്യൂഡ് പ്രശ്നമാണ്. അത് ഏത് പാർട്ടിയായാലും ഏത് ഗവൺമെൻറ് ആയാലും ഏത് വ്യക്തിയായാലും ആരോഗ്യത്തിൽ ഏത് വകുപ്പിലും അങ്ങനെയാണ്. അപ്പോൾ അതിനകത്ത് ചെയ്യുമ്പോൾ എന്താണ്, ഇപ്പോൾ നമുക്കറിയാത്തൊരു മേഖലയിലേക്ക് ഉത്തരവാദിത്വം കിട്ടുമ്പോൾ ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളവരെ കൂട്ടിച്ചേർത്താണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. എല്ലാം സർക്കാരിന്റെ മാത്രം നേട്ടങ്ങളാണെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ഇന്ന് കാണുന്ന നേട്ടങ്ങളെല്ലാം വർഷങ്ങളായി കേരളത്തിലുള്ളതാണ്. അതിൽ നിന്നും ഇപ്പോൾ പിന്നാക്കം പോയി ആരോഗ്യമേഖല അപകടകരമായ സ്ഥിതിയിൽ എത്തി നിൽക്കുന്നു എന്നതാണ് വസ്തുത. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിന് അനുവദിച്ച പണത്തിൽ ചിലവാക്കിയത് 26% മാത്രമാണ്. ആരോഗ്യവകുപ്പിലെ 300 കോടി രൂപയുടെ പദ്ധതികളാണ് ധനകാര്യ വകുപ്പ് ഈ വർഷം വെട്ടിക്കുറച്ചത്. ഇതാണോ നിങ്ങളുടെ പ്രയോറിറ്റി? നമ്മുടെ പൊതുജനാരോഗ്യ ബില്ലിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. ആരോഗ്യവകുപ്പാണ് കേരളത്തിലെ എല്ലാ ആശുപത്രികളുടെയും എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം ആരോഗ്യവകുപ്പിനാണ്. അതിൻ്റെ അധികാരി ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ്, മന്ത്രിയല്ല. നമ്മൾ മന്ത്രി പാസ്സാക്കിയ പൊതുജനാരോഗ്യ ബില്ലിൽ കക്ഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ്. ഈ ആരോഗ്യവകുപ്പ് ഡയറക്ടർമാർ ആരോഗ്യവകുപ്പിൻ്റെ ഭരണം ഏൽപ്പിക്കുകയും പൊളിറ്റിക്കൽ തീരുമാനം, രാഷ്ട്രീയ തീരുമാനങ്ങളുടെ കാര്യങ്ങൾ മാത്രം മന്ത്രി വരെ നോക്കി കഴിഞ്ഞാൽ ഈ ആരോഗ്യവകുപ്പിന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. കാരണം ഇപ്പോൾ മന്ത്രിക്ക് ഏറ്റവും താഴെയുള്ള ജീവനക്കാരനെ അറിയുന്നില്ല, പക്ഷേ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് അറിയാം. ഇന്ന പ്രാഥമിക ആരോഗ്യത്തിൽ ഡോക്ടർ ഇന്നാരാണെന്ന് ആരോഗ്യ ഡയറക്ടർക്ക് അറിയാം, അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഡയറക്ടർക്ക് അറിയാം. അവർ പോസ്റ്റ് ചെയ്യുന്നവരാണ്. അല്ലെങ്കിൽ ഒരു ജില്ലയിൽ ഒരു പഞ്ചായത്തിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സംവിധാനം ഉണ്ടാക്കും. അതൊക്കെ തകിടം പറഞ്ഞു. ഇപ്പോൾ അവർ നിരാശരുമാണ്. ഒരുപാട് പ്രഗത്ഭരായ ഡോക്ടർമാർ, അഡീഷണൽ ഡയറക്ടർമാരും DMOമാരും ഒക്കെ ഉണ്ട്. ചിലയിടത്തൊക്കെ സ്വന്തം മിടുക്കുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാം മോശമൊന്നുമല്ല. കേരളത്തിൽ ആരോഗ്യവകുപ്പിൽ ഇപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് നല്ല പരിശീലനം കിട്ടിയ ഡോക്ടർമാരും നല്ല ഇവിടെ തന്നെ പഠിച്ച ഡോക്ടർമാരും നഴ്സുമാരും, ഞങ്ങളുടെ കൂടെ പഠിച്ച നഴ്സുമാർ പോലും ഞങ്ങളെക്കാൾ +2 മാർക്കുള്ളവർ, ഡിഗ്രിക്ക് മാർക്കുള്ളവരുണ്ട്. അത്ര സമർത്ഥരായ ഡോക്ടർമാരും നഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരും. എനിക്കറിയാവുന്നൊരു MA കാരനാണ്, ലിഫ്റ്റ് ഓപ്പറേറ്റർ. ആശുപത്രി, സർക്കാർ ആശുപത്രി ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നൊരു MA കാരനാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു സംവിധാനം ആൾക്കാരുള്ളതുകൊണ്ട് ഇപ്പോൾ എത്ര മോശം മന്ത്രി വന്നാലും കുറേയൊക്കെ രക്ഷപ്പെട്ടു നിൽക്കും. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് 35% മാത്രമാണ് ചിലവഴിച്ചത്. ശുചിത്വ സമിതിക്ക് 10,000 രൂപയും തദ്ദേശ സ്ഥാപനങ്ങൾ 5,000 രൂപയും നൽകുമെന്ന് പറഞ്ഞത് നൽകിയിട്ടില്ല. സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും സംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്നു. സ്പെസിമെൻ കാണാതെ പോയ സംഭവം വരെയുണ്ടായി. ആരോഗ്യവകുപ്പിന് കീഴിലെ ഡോക്ടർമാരും പൊതുജനാരോഗ്യ വിദഗ്ധരും ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിട്ടാണ് പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നത്. ആരോഗ്യമേഖല പ്രശ്നത്തിലേക്ക് പോവുകയാണ്. വെറുതെയല്ല ഡോക്ടർമാർ ഇവിടെ സമരം ചെയ്യുന്നത്. പലരും സംസ്ഥാന സർവീസ് വിട്ട് വിദേശത്തേക്ക് പോവുകയാണ്. എല്ലാ സർക്കാരുകളുടെ കാലത്തും വേക്കൻസികൾ ഫിൽ ചെയ്തിട്ടുണ്ട്. UDFന്റെ കാലത്ത് 5 വർഷം കൊണ്ട് 5,000-ലധികം തസ്തികകളാണ് സൃഷ്ടിച്ചത്. 9 വർഷം കൊണ്ട് പിണറായി സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. അതിനേക്കാൾ കൂടുതൽ ആശുപത്രികൾ ഇപ്പോഴുണ്ട്. ഇന്നും പല ആശുപത്രികളിലും മരുന്നില്ല. പഞ്ഞി പോലും പല ആശുപത്രികളിലും എടുക്കാനില്ലാത്ത സാഹചര്യവും നമ്മൾ കണ്ടതാണ്. ആശുപത്രിയിലുള്ളത് നിലവാരം കുറഞ്ഞ മരുന്നാണെന്നും പുറത്തുനിന്നും വാങ്ങണം എന്നുമാണ് ഡോക്ടർമാർ രോഗികളോട് പറയുന്നത്. മരുന്ന് വാങ്ങുന്നതിന് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മാർച്ചിൽ നൽകേണ്ട ഓർഡർ പോലും ഇതുവരെ നൽകിയിട്ടില്ല. ജൂണിൽ പോലും ഓർഡർ നൽകാനാകുമെന്ന് തോന്നുന്നില്ല. പണം നൽകാത്തതിനാൽ
പ്രധാനപ്പെട്ട പല കമ്പനികളും പങ്കെടുക്കാത്ത സ്ഥിതിയാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ മരുന്ന് സംഭരണത്തിന് 938 കോടി രൂപ വേണ്ട സ്ഥാനത്ത് 506 കോടി രൂപ മാത്രമാണ് അനുവദിച്ചത്. വർഷങ്ങളായി 800 കോടിയോളം രൂപ കുടിശ്ശികയാണ്. 2025-26 സാമ്പത്തിക വർഷം 1014 കോടി രൂപയാണ് മരുന്ന് വാങ്ങാൻ വേണ്ടത്. എന്നാൽ ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് വെറും 356 കോടി രൂപ മാത്രമാണ്. മരുന്ന് വിതരണം പൂർണ്ണമായും താളം തെറ്റിയിരിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞില്ലേ, സ്പെസിമെൻ എത്ര കെയർലെസ് ആയിട്ടാണ് സാർ അവിടെ കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ അഡ്മിനിസ്ട്രേഷൻ സംവിധാനം തന്നെ തകർന്നിരിക്കുന്നു. ആരോഗ്യ വകുപ്പിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഇല്ലാതിരിക്കുന്നു. നിങ്ങൾ DHSന്റെ അവിടെയും DMEയുടെ അവിടേക്ക് ഒന്ന് അന്വേഷിച്ച് നോക്ക്, ഡോക്ടർമാരോട് ചോദിച്ചു നോക്ക്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരോടും ഞങ്ങൾ അവരുകൂടി പറഞ്ഞിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. ആരോഗ്യവകുപ്പിൽ, സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുൾപ്പെടെയുള്ള കേരളത്തിലെ പബ്ലിക് ഹെൽത്ത് എക്സ്പെർട്ടുകൾ കൂടി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ നിയമസഭയുടെ മുൻപാകെ ഈ വിഷയം കൊണ്ടുവരുന്നത്. സർക്കാർ ആശുപത്രികൾ കെടുകാര്യസ്ഥതയുടെ കൂത്തരങ്ങായി മാറി. പൊതുജനാരോഗ്യ രംഗത്ത് സർക്കാർ സംവിധാനത്തിലുള്ള വിശ്വാസവും സുരക്ഷയും പാടെ നശിച്ചു. ആയിരങ്ങളാണ് സർക്കാർ ആശുപത്രികളെ അഭയം പ്രാപിക്കുന്നത്. പക്ഷേ അവിടങ്ങളിലെ ചികിത്സയിൽ സുരക്ഷിതത്വമില്ലായ്മയും അശ്രദ്ധയും കാര്യക്ഷമത ഇല്ലായ്മയും തെല്ലൊന്നുമല്ല നമ്മെ ആശങ്കപ്പെടുത്തുന്നത്. ആശുപത്രി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് പോലും സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാത്ത ഈ സർക്കാരും ആരോഗ്യവകുപ്പും കേരളത്തിന്റെ ബാധ്യതയായി മാറിയിരിക്കുന്നു. നീതി ലഭിക്കണം. ഇനി ഒരാൾക്കും ഇങ്ങനൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. കോഴിക്കോട് പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രേ ഒടുങ്ങിയ സംഭവത്തിലെ ഇര ഹർഷിനയുടെ വാക്കുകളാണ്. അർഹമായ നഷ്ടപരിഹാരവും ഇത് ചെയ്തവർക്കെതിരെയുള്ള നിയമ നടപടിയും മാത്രമാണ് ഹർഷിന ആവശ്യപ്പെട്ടത്. അതുപോലും ചെയ്യാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല. അത്രയേറെ പ്രതീക്ഷയിലാണ് നീതി തേടി ഹർഷിന തെരുവിലിറങ്ങിയത്. ഒരു കത്രിക വയറ്റിൽ നിന്നെടുത്തതിനേക്കാൾ വലിയ എന്ത് തെളിവാണ് ഇനി വേണ്ടത്? അത്രയും വലിയൊരു ചികിത്സാ പിഴവ് അവിടെ നടന്നുവെന്ന് ഉറപ്പാണ്. എല്ലാ തെളിവുകളോടും കൂടി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അതിൽ വിചാരണ നടത്താനോ ഒന്നും സാധിച്ചിട്ടില്ല. ഹൈക്കോടതി സ്റ്റേ ചെയ്തതോടെ വിചാരണ നീങ്ങി പോവുകയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമെന്ന് കരുതിയാൽ തെറ്റി. ഇങ്ങനെ നിരവധി ഹർഷനമാർ നമ്മുടെ കൺമുൻപിൽ തന്നെയുണ്ട്. അവരാരും വെളിച്ചത്ത് വരുന്നില്ല എന്നു മാത്രം. ഇത്രയും വലിയൊരു അനീതി സംഭവിച്ചിട്ട് നീതി നടപ്പിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെന്തിനാണ് ഈ സർക്കാർ സംവിധാനങ്ങൾ? മരിക്കാറാവുമ്പോൾ നീതി കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. വൈകുന്ന നീതിയും അനീതിയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കുടുങ്ങിയ കത്രികയുമായി 5 വർഷക്കാലം വേദന സഹിച്ച് അതിനുശേഷം സർക്കാർ സംവിധാനം മുഴുവൻ എതിരാവുകയും നീതി തേടി തെരുവിൽ സമരം ചെയ്യേണ്ടി വരികയും ചെയ്ത ഹർഷിന 104 ദിവസമാണ് അവർ നീതിക്കായി സമരം ചെയ്തത്. തുടർന്ന് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചപ്പോഴാണ് 104 ദിവസത്തെ സമരം അവസാനിപ്പിച്ചത്. കുറ്റപത്രം സമർപ്പിച്ചിട്ടും നീതി അകലെയായതോടെ ഹർഷിന വീണ്ടും തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു. ബ്യൂറോക്രസിയും ആരോഗ്യ സുരക്ഷാ സംവിധാനമൊക്കെയും എതിരെ നിന്നപ്പോഴും ഭരണകൂടം അവഗണിച്ചപ്പോഴും ഹർഷിന നീതി തേടി പോരാട്ടത്തിൽ തന്നെയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്ന രോഗികളുടെ മരണം സർക്കാർ അനാസ്ഥ കൊണ്ടുണ്ടായ മരണങ്ങൾ എന്നല്ല, കൊലപാതകങ്ങൾ എന്നാണ് കേരളം തിരിച്ചറിയേണ്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അനാസ്ഥയുടെ പുകച്ചുരുൾ ഉയരുമ്പോൾ ആശങ്കപ്പെടുന്നത് ആയിരക്കണക്കിന് നിർധനരായ രോഗികളാണ്. ഒട്ടേറെ നിരാലംബരുടെ ആശ്രയമാണ് ഈ ആതുരാലയം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ UPS പൊട്ടിത്തെറിച്ചുണ്ടായ പുകച്ചുഴിയുടെ ആശങ്കയും അഭ്യൂഹങ്ങളും വിട്ടൊഴിയുന്നതിന് മുൻപാണ് വീണ്ടും പുക ഉയർന്ന് ഭീതി പരത്തിയത്. സൂപ്പർ സ്പെഷ്യാലിറ്റി അത്യാഹിത വിഭാഗം ബ്ലോക്കിന്റെ 6ാം നിലയിലാണ് പുക ഉയർന്നത്. മലബാറിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ ആശ്രയവും അഭയവുമായ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ആരുടെയെങ്കിലും ദയാദാക്ഷിണ്യത്തിന് വിട്ടുകൊടുക്കേണ്ടതല്ല. വീണ്ടും തീപിടുത്തമുണ്ടായത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. 1 വർഷം മാത്രം പഴക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൊട്ടിത്തെറിക്കാൻ കാരണമെന്തെന്ന് ഉടൻ കണ്ടുപിടിച്ചേ മതിയാകൂ. അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ഈ പുതിയ ബ്ലോക്കിൽ തീപിടുത്തത്തിന് കാരണമായ നിലവാരം കുറഞ്ഞ ബാറ്ററികൾ വാങ്ങിയതു മുതൽ സർക്കാരിന്റെ നിരുത്തരവാദിത്വവും അഴിമതിയുമുണ്ട്. ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനമോ ടെക്നീഷ്യന്മാരോ ഇല്ലാതിരുന്നതും ഞെട്ടിപ്പിക്കുന്നതാണ്. രോഗികളെ പുറത്തെത്തിക്കേണ്ട വഴികളിൽ വേസ്റ്റ് കൂടിക്കിടന്നിരുന്നതും ഗോവണിപ്പടികളിൽ
പഴയ ഫർണിച്ചറുകൾ കൂട്ടിയിട്ടിരുന്നതും ചുറ്റുമതിലിന് എമർജൻസി ഗേറ്റ് ഇല്ലാത്തതും മൂലം മതിൽ പൊളിച്ച് ആംബുലൻസ് കൊണ്ടുവരേണ്ടി വന്നതുമെല്ലാം ജനങ്ങളുടെ ജീവന് സർക്കാർ കൽപ്പിക്കുന്ന പുല്ലുവിലയുടെ തെളിവാണ്. തലസ്ഥാനത്ത് 2 രാത്രിയും 1 പകലുമാണ് രവീന്ദ്രൻ നായർ ലിഫ്റ്റിൽ കുടുങ്ങിയത്. ഇത് മറ്റൊരു വേദനയും ഒപ്പം നാണക്കേടുമുണ്ടാക്കുന്നതാണ്. നടുവേദനയ്ക്ക് ചികിത്സ തേടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗത്തിൽ രവീന്ദ്രൻ നായർ എത്തിയത്. ഡോക്ടറെ കണ്ട് ചികിത്സയുടെ രേഖകൾ എടുക്കാൻ വേണ്ടി വീട്ടിൽ വന്ന ശേഷം രവീന്ദ്രൻ നായർ തിരികെ വീണ്ടും ആശുപത്രിയിലെത്തി. തുടർന്ന് 1-ാം നിലയിലേക്ക് പോകാൻ വേണ്ടി രവീന്ദ്രൻ നായർ ലിഫ്റ്റിൽ കയറിയ സമയത്താണ് ലിഫ്റ്റ് പ്രവർത്തനരഹിതമായത്. ലിഫ്റ്റിലുണ്ടായിരുന്ന അലാം സ്വിച്ച് നിരവധി തവണ അമർത്തിയെങ്കിലും ആരും വന്നില്ല. എങ്ങനെയാണ് നമ്മുടെ സംവിധാനങ്ങൾ ഇത്തരത്തിൽ അധപതിക്കുന്നത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടായിരുന്ന 2ാമത്തെ സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ കോവിഡ് മരണമുണ്ടായ 2ാമത്തെ സംസ്ഥാനവും കേരളമാണ്. അഴിമതിക്ക് മാത്രം സംസ്ഥാനത്ത് ഒരു കുറവുമില്ല. കോവിഡ് കാലത്ത് കൊള്ള നടത്തിയെന്ന പ്രതിപക്ഷ ആരോപണം അടിവരയിടുന്നതാണ് പുറത്തുവന്ന CAG റിപ്പോർട്ട്. കേരളത്തിന്റെ പൊതുജനാരോഗ്യം അപകടത്തിലേക്ക് നീങ്ങുകയാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാതെ പണ്ട് ആനപ്പുറത്ത് കയറിയതിന്റെ തഴമ്പ് ഇപ്പോഴും ഉണ്ടെന്ന അവകാശവാദമാണ് സർക്കാർ ഉന്നയിക്കുന്നത്. ഏറ്റവും മുന്തിയ പരിഗണനയായിരുന്നു UDF ഗവൺമെൻറ് കാലത്ത് സംസ്ഥാനത്ത് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് കൊടുത്തു. ആ സമയത്ത് നമുക്കറിയാം, അന്ന് നടപ്പിലാക്കിയ പദ്ധതികൾ ഒന്നും ഇന്ന് ഫലപ്രദമായി നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ്. മിക്കവാറും പദ്ധതികൾ ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ അന്ന് 2ാം വാർഷികത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്, അന്ന് VJT ഹാൾ അന്നത്തെ VJT ഹാളിൽ വെച്ച് മുഖ്യമന്ത്രി ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. മെഡിക്കൽ കോളേജുകൾ മുതൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും എല്ലാ മരുന്നും സൗജന്യമായി കൊടുക്കും. ഞങ്ങൾ കൊടുത്തു 5 വർഷക്കാലം ജനറിക് മരുന്നുകൾ ഞങ്ങൾ കൊടുത്തു. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? സർക്കാർ ആശുപത്രിയിൽ പോയാൽ ഡോക്ടർ 10 മരുന്ന് കുറിച്ച് കൊടുത്താൽ 1 മരുന്ന് ചിലപ്പോൾ കൊടുക്കും. എന്താണ് കാരണം? ഈ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി എന്നാണ് പറയുന്നത്. ഇപ്പോൾ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ 1800 കോടി രൂപ കൊടുക്കാനുണ്ട്. 1800 കോടി രൂപ കൊടുക്കാൻ കഴിഞ്ഞ 9ാമത്തെ ബഡ്ജറ്റിൽ ധനമന്ത്രി ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുള്ള 700 കോടി രൂപയാണ്. പിന്നെ എങ്ങനെ ഈ മരുന്നുകൾ ഫലപ്രദമായിട്ട് വിതരണം ചെയ്യാൻ കഴിയും? അപ്പോൾ ആ കാലഘട്ടത്തിൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ എല്ലാ സൗജന്യമായ മരുന്ന് വിതരണം നടത്തിയത് മുഴുവൻ അട്ടിമറിക്കപ്പെട്ടു ഈ ഗവൺമെൻറ് കാലഘട്ടത്തിൽ എന്നുള്ളതാണ്. സർക്കാർ ആശുപത്രിയിൽ പോയാൽ 10 മരുന്ന് ഡോക്ടർ എഴുതി കൊടുത്താൽ അവിടെ 1-2 മരുന്നാണ് കിട്ടുന്നത്. ഫാർമസികളിൽ പോയാൽ അവിടെ തിരക്കാണ്, അവിടെ സ്റ്റാഫുകളില്ല. എല്ലാ ആശുപത്രികളുടെയും സ്ഥിതിവിശേഷം ഇത് തന്നെയാണ്. അഴിമതിക്ക് മാത്രം സംസ്ഥാനത്ത് ഒരു കുറവുമില്ല. കോവിഡ് കാലത്ത് കൊള്ള നടത്തിയെന്ന പ്രതിപക്ഷ ആരോപണം അടിവരയിടുന്നതാണ് CAG റിപ്പോർട്ട്. 28/3/2020 മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ അനത ടെക്സിക്കോട്ട് എന്ന കമ്പനിക്ക് 25,000 PPE കിറ്റുകൾ 550 രൂപയ്ക്ക് വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ച് ഇമെയിൽ അയച്ചു. എന്നാൽ അതേ ദിവസം വൈകിട്ട് 5:55 നെഗോഷിയേറ്റ് ചെയ്തപ്പോൾ അനത ടെക്സിക്കോട്ട് എന്ന കമ്പനി 550 രൂപ കുറയ്ക്കാൻ തയ്യാറായില്ലെന്നും അതുകൊണ്ട് അവരിൽ നിന്നും 10,000 കിറ്റ് മാത്രമേ വാങ്ങുന്നുള്ളൂവെന്നും രേഖപ്പെടുത്തി. അതേസമയം വൈകിട്ട് 7:48 സാൻ ഫാമ എന്ന സ്ഥാപനത്തിന് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ അങ്ങോട്ട് മെയിൽ അയച്ച് 1,550 രൂപ നിരക്കിൽ അവരുടെ PPE കിറ്റ് വാങ്ങാൻ തയ്യാറാണെന്ന് അറിയിച്ചു. 15,000 കിറ്റുകൾ വാങ്ങാൻ അവർക്ക് 100% അഡ്വാൻസ് തുക നൽകുകയും ചെയ്തു. 550 രൂപ കുറയ്ക്കാൻ ഒരു കമ്പനി തയ്യാറായില്ലെന്ന് പറഞ്ഞവരാണ് 1,550 രൂപയ്ക്ക് മറ്റൊരു കമ്പനിയിൽ നിന്നും PPE കിറ്റ് വാങ്ങിയത്. ഇതിനേക്കാൾ വലിയ അഴിമതി എന്തുണ്ട്? പുറത്തുവന്നത് ദുരന്തമുഖത്ത് നടത്തിയ വൻകൊള്ളയുടെ ഞെട്ടിക്കുന്ന ചിത്രമായിരുന്നു. തകർന്നു വീണത് സർക്കാർ കെട്ടിപ്പൊക്കിയ PR ഇമേജും. മുഖ്യമന്ത്രി ഇതിൽ മറുപടി പറയണ്ടേ? കമിഴ്ന്നു വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരായി പിണറായി സർക്കാർ മാറി. കഴിഞ്ഞ 2.5 മാസത്തിലേറെയായി സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് 1 രൂപ പോലും കൂട്ടിക്കൊടുക്കാൻ ഇല്ല എന്ന് പറയുന്ന അതേ സർക്കാർ ശതകോടികൾ വെറുതെ ധൂർത്തടിച്ച് കളയുകയാണ്. ആശമാരുടെ കണ്ണീരിൽ ചവിട്ടിയാണ് കോടികൾ ചിലവഴിച്ച് നിങ്ങളുടെ വാർഷികാഘോഷം. കഴിഞ്ഞ 9 വർഷം കൊണ്ട് 2 ലക്ഷത്തോളം ആൾക്കാരാണ് പിൻവാതിലൂടെ കേരളത്തിൽ നിയമനം കിട്ടിയത്. കേരളത്തിലെ അഭ്യസ്തവിദ്യരായ യുവതലമുറയെ പാടെ അവഗണിച്ച് കേരളത്തിലെ CPM സഖാക്കൾക്കും പാർട്ടി ബന്ധുക്കൾക്കും വാരിക്കോരി തൊഴിൽ നൽകുകയായിരുന്നു പിണറായി സർക്കാർ.
വെറും 7,000 രൂപ മാത്രം വാങ്ങി കേരളത്തിന്റെ ആരോഗ്യരംഗത്തിന്റെ കാവൽപ്പടയായ ആശാവർക്കർമാർ കഴിഞ്ഞ 2.5 മാസമായി കണ്ണീരും മുദ്രാവാക്യങ്ങളുമായി ഭരണസ്ഥിരാ കേന്ദ്രത്തിന് മുൻപിൽ സമരം തുടരുകയാണ്. അവരുടെ ആവശ്യങ്ങളെ പാടെ തൃണവൽക്കരിച്ച് അവരെ തിരിഞ്ഞുപോലും നോക്കാൻ തയ്യാറാവാതെ ധാർഷ്ട്യത്തിന്റെ ആൾരൂപമാണ് താനെന്ന് കേരള മുഖ്യമന്ത്രി തെളിയിക്കുകയാണ്. കേരളത്തിലെ വനിതകളുടെ അമ്മമാരുടെ കണ്ണീരിനെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഈ സ്വജനപക്ഷപാതം സർക്കാർ നടത്തുന്നത്. നിങ്ങൾ കാണിക്കുന്നത് വെറും കൊള്ളരുതായ്മയാണ്. പ്രതിരോധ കുത്തിവയ്പ്പെടുത്തിട്ടും പേ വിഷബാധ സ്ഥിരീകരിച്ച് മരണപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. സംസ്ഥാനത്തെ ആദ്യ സംഭവമല്ല. 1 മാസത്തിനിടെ പേ വിഷബാധയേറ്റ് സംസ്ഥാനത്ത് 3 കുട്ടികളാണ് മരിച്ചത്. ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി കൊല്ലം കുന്നിക്കോട് സ്വദേശിനി നിയ ഫൈസൽ മരിച്ച സംഭവം ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ ഒന്നുകൂടി വ്യക്തമാക്കുന്നതാണ്. പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും പേ വിഷബാധയേറ്റുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നത് സംസ്ഥാനത്ത് ആശങ്ക വർദ്ധിപ്പിക്കുകയും ആരോഗ്യമേഖലയുടെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി വർദ്ധിക്കാനും കാരണമായിട്ടുണ്ട്. 1 മാസത്തിനിടെ 3 കുട്ടികളാണ് പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടും മരിച്ചത്. ഇതോടെ വാക്സിനുകൾ കൈകാര്യം ചെയ്യുന്നതിലും ഗുണനിലവാരത്തിലും വലിയ സംശയമാണ് ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. വിമർശനങ്ങൾ ശക്തമാകുന്നതിനിടെ ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാവണം. 5 വർഷത്തിനിടെ വാക്സിൻ എടുത്തിട്ടും പേ വിഷബാധയേറ്റ് 21 പേർ സംസ്ഥാനത്ത് മരിച്ചെന്നാണ് കണക്ക്. ഈ വർഷം ഇതുവരെ പേ വിഷബാധയേറ്റ് 13 പേർ മരിച്ചു. ഇതിൽ 6 മരണവും സംഭവിച്ചത് ഏപ്രിലിലാണ്. തെരുവുനായ നിയന്ത്രണം ഒരു രീതിയിലും ഫലപ്രദമായി നടപ്പിലാക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ല. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ തെരുവുനായ്ക്കൾ ആളുകളുടെ ഉറക്കം കെടുത്തുന്ന സാഹചര്യം മാറ്റമില്ലാതെ തുടരുന്നു. നിയ ഫൈസൽ മരിച്ച സംഭവം ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ ഒന്നുകൂടി വ്യക്തമാക്കുന്നതാണ്. ഏപ്രിൽ 9-ന് പത്തനംതിട്ട പുല്ലാട് സ്വദേശിയായ 13 വയസ്സുകാരിയും വാക്സിൻ എടുത്ത ശേഷമാണ് പേ വിഷബാധയേറ്റു മരിച്ചത്. ഏപ്രിൽ 29-ന് മലപ്പുറം സ്വദേശിയായ 6 വയസ്സുകാരനും ഇതേ രീതിയിലാണ് ജീവൻ നഷ്ടമായത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാനത്ത് പേ വിഷബാധയേറ്റു മരിച്ച 102 പേരിൽ 20 പേർക്കാണ് വാക്സിൻ എടുത്തിട്ടും ജീവൻ നഷ്ടപ്പെട്ടത്. തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടും വാക്സിൻ സുരക്ഷിതമെന്നാണ് ആരോഗ്യവകുപ്പ് ന്യായീകരിക്കുന്നത്. ഇതേ സർക്കാരും ആരോഗ്യവകുപ്പുമാണ് ഗുണനിലവാര പരിശോധന നടത്താത്തതും കാലാവധി കഴിഞ്ഞതുമായ മരുന്നുകൾ ആശുപത്രികളിൽ വിതരണം ചെയ്തെന്ന് അടുത്തിടെ CAG കണ്ടെത്തിയത്. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ബലിയാടാക്കുന്നത് അംഗീകരിക്കാനാവില്ല. ജനങ്ങൾ പുറത്തിറങ്ങാൻ ഭയക്കുന്ന തരത്തിലാണ് സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നത്. സർക്കാർ പണം നൽകാത്തതിനെ തുടർന്ന് തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളും പിന്നാക്കം പോയി. 2024-ൽ തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് 3,16,793 പേരാണ് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. സ്വകാര്യ ആശുപത്രിയിൽ പോയവരുടെ കണക്കുകൂടി പുറത്തുവന്നാൽ എണ്ണം ഇരട്ടിയിലധികമാകും. വിഷയം പ്രതിപക്ഷം നിയമസഭയിൽ നിരവധി തവണ ഉന്നയിച്ചിട്ടും ഗൗരവത്തിലെടുക്കാൻ സർക്കാർ തയ്യാറായില്ല. അതിന്റെ ദുരന്ത ഫലമാണ് കേരളം ഇന്ന് അനുഭവിക്കുന്നത്. പേ വിഷബാധ നിയന്ത്രിക്കാൻ മൾട്ടി ഡിസിപ്ലിനറി രോഗ നിയന്ത്രണ സംവിധാനം നടപ്പിലാക്കാൻ ഇനിയെങ്കിലും സർക്കാർ തയ്യാറായേ മതിയാകൂ. ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ കുത്തഴിഞ്ഞ അവസ്ഥയിലേക്കാണ് സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് കൂപ്പുകുത്തിയിരിക്കുന്നത്. തിരുത്താനാകാത്ത തകർച്ചയിലേക്കാണ് പിണറായി വിജയൻ സർക്കാർ ഈ സംസ്ഥാനത്തെ എത്തിച്ചിരിക്കുന്നത്. പിഞ്ചു കുട്ടികളുടെ മരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാകില്ല എന്നത് സർക്കാർ ഓർക്കുകയും വേണം. അഖിലേന്ത്യാ തലത്തിൽ ഒന്നാമതായിരുന്ന കേരള മോഡൽ ഇന്ന് അനാഥമായി കുത്തഴിഞ്ഞു. ഇരകളെ കൈവിട്ട് വേട്ടക്കാരനെ സംരക്ഷിക്കുന്ന കിരാതമായ നടപടികളാണ് ഇന്ന് ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്നതും. കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ കെടുകാര്യസ്ഥതയുടെ പര്യായമായിട്ടും മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുന്നത് ഈ കെടുകാര്യസ്ഥതയ്ക്ക് തന്റെ കൂടി മൗനസമ്മതം ഉണ്ടെന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ്. ഒരു കാര്യം ഓർക്കുക, 4-5 വർഷങ്ങൾ കൊണ്ട് വാർത്തെടുത്തതല്ല കേരളത്തിന്റെ ആരോഗ്യമേഖല. പതിറ്റാണ്ടുകളായുള്ള സാമൂഹ്യ മുന്നേറ്റത്തിന് ശ്രമഫലമാണ്. ജയ് ഹിന്ദ്.